പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മിർസാഫ് സലിയൂണ് സക്രിയ. കവി, ഗദ്യകാരൻ, വിവർത്തകൻ, സാഹിത്യകാരൻ, കോളാമിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ കോഴിക്കോട് ജില്ലക്കാരൻ. ഓരോ യാത്രകളും ഓരോ പാഠങ്ങളാണ്, ഓരോ അനുഭവങ്ങളാണ്. ആ യാത്രയിൽ കൂടി നമുക്ക് കിട്ടുന്ന പാഠങ്ങളും അനുഭവങ്ങളും പലരുമായി പങ്കുവെക്കും. പലരത് അങ്ങനെ മറന്നു പോകും. ചിലരൊക്കെ അത് കഥകളായും കവിതകളായൊക്കെ രേഖപ്പെടുത്തി വെക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനും കവിയും എഴുത്തുകാരനുമായ അബ്ദുള്ള പേരാമ്പ്രയെ പരിചയപ്പെടാൻ കാരണം കണ്ണൂരുകാരനായ ദാവൂദിൽ കൂടിയാണ് കേട്ടോ. യൂട്യൂബറായിട്ടുള്ള ദാവൂദ് മുഖാന്തരമാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട്. അബ്ദുള്ള പേരാമ്പ്രയെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു സൗഹൃദം, ഇത്ര വലിയൊരു അടുപ്പം ഉണ്ടായത് ഒന്ന് പറയുകയാണെങ്കിൽ? അത് എൻ്റെ 2011 ഞാനൊരു ലേഖനം എഴുതിയിട്ട്, എൻ്റെ ഒരു അനുഭവ ലേഖനമായിരുന്നു. ആ അനുഭവ ലേഖനം എഴുതിയിട്ട് ഞാൻ പൂങ്കാവനത്തിൽ പോയി. അവിടെ എത്തിയപ്പോഴാണ് വേറെ ആൾ എന്നോട് പറഞ്ഞ്, ഇതാണ് അബ്ദുള്ള പേരാമ്പ്ര, ഇവരാണ് പൂങ്കാവനത്തിൻ്റെ എഡിറ്റർ എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനത് കൊടുത്തത് ഉടനെ എൻ്റെ ലേഖനം കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ നന്നായിട്ടുണ്ട്, ഞാനത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് അത് പ്രസിദ്ധീകരിച്ചു. തുടർന്ന് അങ്ങോട്ട് എനിക്ക് വളരെയധികം പ്രോത്സാഹനവും അതുപോലത്തെ പ്രചോദനവും, എഴുതാനുള്ള പ്രചോദനങ്ങളും എനിക്ക് അദ്ദേഹം വളരെയധികം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും തുടർച്ചയായിട്ട് എഴുതാൻ കാരണം ഈ പൂങ്കാവനത്തിൽ തന്നെയാണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത്. പൂങ്കാവനത്തിൽ കഥകൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലതും ഞാൻ പൂങ്കാവനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ കാരണം സത്യത്തിൽ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പ്രോത്സാഹനവും പ്രചോദനവും അതുപോലെ തന്നെ സപ്പോർട്ടും കൂടിയായിരുന്നു. അപ്പം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് സന്തോഷം. വളരെ വളരെ നന്ദി. നിങ്ങൾ പരിചയപ്പെടാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടാനും ഉണ്ടായ സാഹചര്യത്തെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ, അവാർഡ് എന്തെങ്കിലും അതുകൂടി? ഏതാണ്ട് ഒരു 26ഓളം പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 26ഓളം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് BR അംബേദ്കർ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള, പിന്നെ മാധ്യമം പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 2 തവണ കവിതയ്ക്കുള്ള, പിന്നെ പ്രഥമ കുഞ്ഞുണ്ണി മാസ്റ്റർ പുരസ്കാരം എനിക്കായിരുന്നു കവിതയ്ക്കുള്ള, പിന്നെ TR അയ്യപ്പ മാസ്റ്റർ പുരസ്കാരം കിട്ടി, മൊയ്തു പടിയത്ത് പുരസ്കാരം കിട്ടി, അറ്റ്ലസ് കൈരളി അവാർഡ് കവിതയ്ക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. അറ്റ്ലസ് അതുപോലെ തന്നെ പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ബാലസാഹിത്യ കേന്ദ്രയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഒരു 26ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൈവം വന്ന ദിവസം അബ്ദുള്ള പേരാമ്പ്രയുടെ 107ാമത്തെ പുസ്തകമാട്ടോ DC ബുക്സ് പ്രസിദ്ധീകരിച്ചത്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാത്തവർക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് കുറച്ച് മുമ്പേ അറിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിലവിൽ ചെയ്തു വന്ന പദവികൾ അല്ലെങ്കിൽ ജോലി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ? അത് നിലവിൽ എന്ന് പറയുമ്പോൾ പഠനാന്തരം ബിരുദത്തിന് ശേഷം ഞാൻ ഒരു പാരൽ കോളേജ് അധ്യാപകനായിട്ടായിരുന്നു ജീവിതം തുടങ്ങിയത്. കുറച്ചു കാലം പാരൽ കോളേജ് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോയി. അവിടെ വളരെ സാഹസികമായിട്ടാണ് അത് പോകുന്നത്. ട്രെയിനിൽ ചാടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തില്ല, പക്ഷെ സ്പീഡ് കുറയും. അപ്പൊ ഒരാളിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നല്ല ചാടിയാ പോയപ്പോഴാന്ന് പറഞ്ഞു. ഞാൻ ബോൺഗിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചാടുകയാണ്. ട്രെയിൻ ചാടി വീണിട്ട് പൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ഒരു 8 വർഷത്തിന് ശേഷം വീണ്ടും ആസാമിലേക്ക് പോകുന്നു. ആസാമിൽ പിന്നെ ഒരു സ്കൂൾ അധ്യാപനത്തിന്, അത് വളരെ സാഹസികമായിട്ടാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ശേഷം ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിലായിരുന്നപ്പോൾ പല പത്രങ്ങളിൽ പല മേഖലകളിൽ തൊഴിൽ ചെയ്തിട്ടുണ്ട്. സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെ സർക്കുലേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. ഒരു പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യാണ് ഇപ്പോൾ. പത്രം ദീപിക പത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു, വണ്ടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഇതാ, പെൺകുട്ടി ഒരു ചിത്രശലഭമാകുന്നു, ചെരുപ്പ് കുത്തിയും മാലാകയും, ഏഷ്യൻ പസഫിക് നാടോടി കഥകൾ, പ്രിയമേറും ബാലകഥകൾ, ലേബർ ക്യാമ്പ്, അവരുടെ കവിതകൾ,
ഇത് തമിഴാണല്ലോ. തമിഴാണ്. ഏ? ആ തമിഴിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ് പുസ്തകം. ആണല്ലേ? ഉം. ആഹാ. അപ്പൊ ഈ പുസ്തകത്തില് എന്തായിരുന്നു അതിന്റെ ഒരു കവിതകളാണ്. കവിതകളാണ് അല്ലേ? കവിതകളാണ് തമിഴിലേക്ക് അല്ലേ? ആ, ആ. അപ്പോ പിന്നെ ഈ എഴുത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബ പശ്ചാത്തലം, അങ്ങനെയുള്ള കാര്യം കൂടി. എഴുത്തില് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതി തുടങ്ങിയിരുന്നു. അന്ന് SLCക്ക് പഠിക്കുന്ന കാലത്താണ് തോന്നുന്നു. ആ കാലങ്ങളിൽ നമ്മൾ ഈ ഡിറ്റക്റ്റീവ് നോവലുകൾ, അപസർപ്പക കഥകൾ എന്ന് പറയും, ഒരു കാലഘട്ടമായിരുന്നു. ഹൊറർ സ്റ്റോറീസ് എന്ന് പറയും. അത് 80-90 കാലഘട്ടം. ഈ ഡ്രാക്കുള പോലെയുള്ള അതിന്റെ ഒരു ട്രെൻഡായിരുന്നു. ഒരു ഡ്രാക്കുള കഥ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് എഴുത്ത്. അത് സ്കൂളിലുണ്ടായിരുന്ന ഒരു കയ്യെത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ച കണ്ടശ. പിന്നീട് വീട്ടിൽ അത്ര പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. എഴുത്തുകാർ ബന്ധപ്പെട്ട ആരും തന്നെ ഇല്ല. ഉപ്പാക്ക് അച്ഛൻ അറിയില്ലായിരുന്നു, ഉമ്മക്ക് അച്ഛൻ അറിയില്ല. പക്ഷെ ഇവരൊക്കെ തന്നെ എന്ത് ചെയ്യുന്ന, ഉമ്മക്ക് വളരെ പിന്നെ സാഹിത്യതരമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരുപാട് ഉപമകൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷയിൽ ഉപമകൾ ഉപയോഗിക്കും. ഒരു കാര്യം പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഒരുപാട് ഈച്ചകൾ ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കുക. നമ്മൾ വീട്ടിൽ ഈച്ചകൾ ഉണ്ടെങ്കിൽ ചെറുപയർ മണി വിതറുന്നത് പോലെ ഈച്ചകളാണെന്ന് പറയും. അപ്പൊ അത് സാഹിത്യവും കൂടി ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണിത്. ചെറുപയർ മണി പിന്നെ വിതറുന്നത് പോലെ ഈച്ചകൾ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യ ഭാഷയാണ് ചെയ്യുന്നത്. പക്ഷെ സാഹിത്യം അല്ല ഇവർക്ക് ഭാഷയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിലും കുടുംബത്തിലും എഴുത്തിന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ ഞാൻ നേടിയെടുത്ത ഈ അംഗീകാരം, പല അംഗീകാരങ്ങളെല്ലാം തന്നെ സ്വയപഠനങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. പക്ഷെ ഒരാളുടെ ഉള്ളിൽ എന്തോ ഒരു ഗിഫ്റ്റഡായ സംഭവം ഉണ്ടായിരിക്കാം. അതാണ് എൻ്റെ എഴുത്തിലേക്ക് വികസിപ്പിച്ചത്. അങ്ങനെയാണ് ഇപ്പൊ 107 പുസ്തകങ്ങൾ ഇറങ്ങി. പല പുസ്തകങ്ങൾക്കും പല പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രസാധകരുടെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ DC, ചിന്ത, അതുപോലെ തന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒലീവ്, കൈരളി, പൂങ്കാവനം, അങ്ങനെ പറയുന്ന ഏതാണ്ട് എല്ലാ പ്രസാധകരും പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോ 107ാമത്തെ പുസ്തകമാണ്. പല പുസ്തകങ്ങളും തമിഴിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കഥകള് തമിഴിലേക്ക് പിന്നെ വിവർത്തനം ചെയ്തിറക്കിയിട്ടുണ്ട്. കവിത വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് പല കവിതകൾ വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ കൂടാതെ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ ഞാൻ കോളങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും കോളങ്ങൾ ചെയ്യാറുണ്ട്, വിവർത്തനം ചെയ്യാറുണ്ട്, ബാലസാഹിത്യം എഴുതാറുണ്ട്. ഒരു മേഖലയിൽ മാത്രമല്ല എന്ന് പറയാൻ കാരണം, ഒരു മേഖലയിൽ മാത്രമല്ല, കവിതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ബാലസാഹിത്യവും ചെയ്യുന്നുണ്ട്. ഒരു 10-60ഓളം പുസ്തകങ്ങൾ ബാലസാഹിത്യമാണ്. അങ്ങനെയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, പല എഴുത്തുകാരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ മാക്സിമം 1-2. പക്ഷെ ഞാനതല്ല. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ 107 പുസ്തകങ്ങൾ, സാധാരണ 4-5 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാർ എനിക്കറിയാം. അപ്പോൾ അതും അതുപോലെ പിന്നെ കഥകളും കവിതകളും സാഹിത്യവും മറ്റുള്ള പദവികളും വായിക്കുക. അപ്പൊ അതൊരു വല്ലാത്തൊരു കൗതുകം എനിക്ക് തോന്നി. അതാണ് ഞാൻ സാറ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യട്ടെ ചോദിച്ചത്. സാർ അപ്പൊ തന്നെ സന്തോഷമുണ്ട് കാര്യങ്ങൾ. പക്ഷെ എന്താ പറഞ്ഞാൽ ഒരു തിരുത്തെന്ന് പറയുന്നത്, 107 പുസ്തകം ഞാൻ എഴുതി. പക്ഷെ എന്നെക്കാളും പുസ്തകം എഴുതിയ ആൾക്കാരുണ്ട് കേരളത്തിൽ, ഉണ്ട്, ഇല്ലാതല്ല. പക്ഷെ ഇതിൽ മിക്കവാറും പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഒരു മേഖലയിൽ നമ്മൾ ഒതുങ്ങി കാത്തുന്നത്? സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഉത്തരം ഇതാണ്, നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മൾ പോയാൽ പിന്നെ കവിത എഴുതുന്ന ആളിനെ നോവൽ എഴുതുന്നുണ്ട്, ബാലസാഹിത്യം എഴുതുന്നുണ്ട്, വിവർത്തനം ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ അത് ഒരു ക്വാളിറ്റിയാണ്. അതെ, ഒരാളിപ്പം കവിത മാത്രം എഴുതി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല, അയാളുടെ ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ കവിത എഴുതുന്ന ആൾക്കാർ തന്നെ നോവൽ എഴുതുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പ്രകാരം നോവൽ എഴുതുന്ന കവിതയിലേക്ക് വരുന്നുണ്ട്, ലേഖനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും പല മേഖലയിലേക്ക് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന അത്ര രൂപത്തിൽ മറ്റാൾ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ബാലസാഹിത്യം ചെയ്യുന്നുണ്ട്, പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്, വിവർത്തനമുണ്ട്, നോവൽ എഴുതുന്നുണ്ട്, കവിത എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ബാലസാഹിത്യത്തിന്റെ വിവിധ മേഖലയിൽ ചെയ്യുന്നുണ്ട്, പാട്ട് എഴുതുന്നുണ്ട്. ഇങ്ങനെ അതെ, ഞാൻ ഇതിന്റെ ഫ്രണ്ട് പേജിൽ അതാ ഞാൻ നോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അപ്പൊ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഒരു 5-6 പുസ്തകങ്ങൾ ഇപ്പൊ പ്രിന്റിങ്ങിലുണ്ട്. വരാൻ പോകുന്ന പുസ്തകം കൂടാതെ 107 പുസ്തകത്തിന് പുറമെ ഒരു 6-7 പുസ്തകം കൂടി ഇപ്പൊ ഇറങ്ങാൻ വലിയൊരു എഴുത്തുകാരൻ. സാറ് സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പുസ്തകത്തിൽ കണ്ടു, സംഗീതത്തോടുകൂടി കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ട്. അപ്പൊ അതേക്കുറിച്ചൊരു വാക്ക്. ആ സംഗീതത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. സംഗീതം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഞാൻ കുറച്ചു കാലം തബല പഠിച്ചിരുന്നു കൽക്കത്തയിൽ വെച്ചിട്ട്.
കുറെ കാലം തബല വായിച്ച് പഠിച്ച ഒരു ശാന്തിനികേതനിലെ ഒരു ഗുരുവായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ സംഗീതമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇപ്പം ഗസലൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ വീടിന്റെ പേര് തന്നെ ഗസൽ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഗസലായിട്ട് ബന്ധപ്പെട്ട് പാട്ട് ചെയ്താറുണ്ട് ഞാൻ. സംഗീതമായിട്ട് ആദ്യമേ ഉള്ള ബന്ധമാണ്. സംഗീതം എഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് യാത്രയും സംഗീതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഒരു പാട്ടവും പാടാതെ അല്ലെങ്കിൽ പാട്ട് കേൾക്കാതെ നിന്നിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നിരവധി യാത്രകൾ, അത് ഞാൻ ഒരു പുസ്തകത്തിൽ ശ്രദ്ധിച്ചു. യാത്രകൾ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ്. അതേക്കുറിച്ച് പോകുന്ന യാത്രകളിലൊക്കെ ഓരോ പുസ്തകങ്ങൾ എഴുതാനും കൂടി ഒരു പ്രചോദനം ആവുന്നുണ്ട്. യാത്ര വായന മാത്രമല്ല, നമുക്ക് വായനയോടൊപ്പം തന്നെ യാത്രകൾ പ്രധാനപ്പെട്ട എഴുത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് യാത്ര എനിക്ക് വളരെ മുമ്പേ ഇഷ്ടമായിരുന്നു. സംഗീതം പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സംഗീതത്തെ കുറിച്ച്. സംഗീതത്തെ പോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ, അത് വളരെ സാഹസികമായിട്ട് യാത്ര ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ജോലി എടുത്തുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്, അല്ലാതെ ജീവിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഭൂട്ടാൻ, നേപ്പാൾ എന്നീ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. സിലോണ്, അതേപോലെ തന്നെ ദുബായ്, ഒമാൻ, ഇങ്ങനെ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ എഴുത്ത് പലപ്പോഴും ഒരു എനർജി ഒരു എഴുത്തുകാരന് നൽകുന്നുണ്ട്. ഈ യാത്രയിലാണ് എൻ്റെ പല പുസ്തകങ്ങളും ഉണ്ടായിട്ടുള്ളത്, പല കവിതകളും. പുസ്തകം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കവിതകൾ എഴുതി. എൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ യാത്രയിൽ നിന്നുണ്ടായതാണ്. ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ടോമുൻ രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ കുട്ടികളുടെ പുസ്തകം. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ജീവിതവും എഴുത്തുമാണത്. അയാളുടെ നോവൽ ടോമൻ രാജകുമാരൻ ഒരു നോവല് മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തു. അത് ഞാൻ ആസാമിലുള്ള കാലത്താണ് ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. അത് കേരളത്തിൽ ഒരു കണ്ടശ ഒരു മാസികയിൽ വന്നതാണ്. കുട്ടികളെ പ്രസിദ്ധീകരണമായ ബാല കൗതുകം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിലാണ് അത് കണ്ടശ വന്നിരുന്നത്. അത് ആസാമിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, വളരെ ഏകാന്തമായ കാലഘട്ടത്തിൽ റൂം ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്ന സമയത്താണ് ആ നോവൽ ഞാൻ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെ നെൽബാരിയിലെ അമ്മ എന്ന് പറയുന്ന നോവൽ, അത് കുട്ടികളുടെ സിനിമയായി മാറിയിട്ടുണ്ട്. സിനിമയായി മാറിയിട്ടുണ്ട്. അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബിന്ദു പണിക്കർ, അത് ഏഷ്യാനെറ്റ് ചാനലിലാണ് വന്നത്. അതും ഞാൻ ആസാമിലുള്ള കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെൽബാരി എന്ന് പറയുന്ന സ്ഥലം ആസാമിലാണ്. നെൽബാരി ഒരു ജില്ലയാണ് ആസാമിൽ. അവിടെ നടക്കുന്ന സംഭവമാണ് ഈ നെൽബാരിയിലെ അമ്മ എന്ന നോവലായി മാറിയത്. പല പതിപ്പുകൾ പുസ്തകമായി ഇറങ്ങി, ഇപ്പോൾ അതിന് പ്രിന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര പലപ്പോഴും ഒരു എഴുത്തുകാരൻ മാത്രമായിരിക്കില്ല എനിക്ക് തോന്നുന്നത്. പല ആൾക്കും യാത്ര ഒരു അനുഭവ സമ്പത്ത് മാത്രമല്ല കൊണ്ടുവരിക, ഒരു എനർജി ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ യാത്രകളെ കാണുകയാണ്. എഴുത്തിന് കൊടുക്കുന്ന ഒരു എനർജി എവിടെ നിന്ന് എങ്ങനെ കിട്ടുന്ന വായനയിലൂടെ മാത്രമല്ല, മറിച്ച് യാത്രകളിലൂടെയും നമുക്ക് എഴുതാനുള്ള പ്രചോദനം, ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ യാത്ര ചെയ്യാറുണ്ട് ഞാൻ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. അവസരം കിട്ടുമ്പോൾ ഒക്കെ തന്നെ യാത്ര ചെയ്യും. വളരെ ചെറുപ്പം മുതലേ യാത്രയിൽ കൂടി പുസ്തകങ്ങൾ, തുടർന്ന് ഇപ്പോഴും അതേപോലെ തന്നെ യാത്രയും പുസ്തകങ്ങളും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു യാത്രയിലാണ് നിങ്ങളെ. ഇതും ഒരു പുസ്തകമാകുമെന്ന് നാളെ പറയാൻ പറ്റൂല. അബ്ദുള്ള സാറ് ഫാമിലി ഒന്ന് പറയുകയാണെങ്കിൽ? ഫാമിലി 2 മക്കളാണ് എനിക്ക്. മൂത്തവള് പെൺകുട്ടി, അവള് വിവാഹം കഴിഞ്ഞു. അവള് സ്കൂള് ദുബായിൽ വർക്ക് ചെയ്യാണ് ഭർത്താവിന്റെ കൂടെ. രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് ജിഷാൻ എന്ന് പറയും പേര്. അവൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ദുബായിൽ ജോലി ചെയ്യാണ്. ഞാൻ ഫാമിലി, ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇപ്പം നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. മകൻ മാരീഡ് ആയില്ല, മകളെ കല്യാണം കഴിഞ്ഞു. എത്ര വയസ്സായിട്ടുള്ളൂ? 22 വയസ്സായിട്ടുള്ളൂ. അതുപോലെ തന്നെ നിലവിലിപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ, അവാർഡ് എന്തെങ്കിലും അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതു സമൂഹത്തിന് പറയാം. ഏതാണ്ട് ഒരു 26ഓളം പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 26ഓളം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് BR അംബേദ്കർ പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള. പിന്നെ മാധ്യമം പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 2 തവണ, കവിതയ്ക്കുള്ള. പിന്നെ പ്രഥമ കുഞ്ഞുണ്ണി മാസ്റ്റർ പുരസ്കാരം എനിക്കായിരുന്നു കവിതയ്ക്കുള്ള. പിന്നെ TR അയ്യപ്പ മാസ്റ്റർ പുരസ്കാരം കിട്ടി. മൊയ്തു പടിയത്ത് പുരസ്കാരം കിട്ടി. അറ്റ്ലസ് കൈരളി അവാർഡ് കവിതയ്ക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. അറ്റ്ലസ്, അതുപോലെ തന്നെ പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ബാലസാഹിത്യ കേന്ദ്രയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഒരു 26ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ
നമ്മളിപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും അവാർഡുകൾ പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഞാനൊരു സോഷ്യൽ മീഡിയ പ്രവർത്തകനായതുകൊണ്ട് പറയാണ്, അവാർഡുകൾ അങ്ങനെ വാങ്ങി, അവാർഡുകൾ ഇങ്ങനെ വെട്ടി, അവാർഡുകൾ പണം കൊടുത്ത് വാങ്ങി, അതേക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, അത് കേരളത്തില് പൊതുവെ അവാർഡുകൾക്ക് പഞ്ഞമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇതിന് നിലവിലുണ്ട്. കാരണം പല ആൾക്കാരും മീഡിയയിൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് അവാർഡുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പണം കൊടുത്ത് സംഘടിപ്പിക്കുന്നുണ്ടാവും, കുറഞ്ഞൊറിഞ്ഞ് സംഘടിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നത്, എനിക്ക് കിട്ടിയ അവാർഡുകളൊന്നും തന്നെ ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടതല്ല. അങ്ങനെയുള്ള സന്തോഷം എനിക്കുണ്ട് ആ കാര്യത്തിൽ. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അത് പൊതുവെ ജനസാമാന്യത്തിനിടയിലുള്ള ഒരു ചർച്ചാ വിഷയമാണ്. അതെ. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ. എന്തായാലും ഒരുപാട് സന്തോഷം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വളരെ അവിചാരിതമായിട്ട് ഈ കോറം, മാനന്തവാടി കോറം ഇവിടെ വെച്ച് കണ്ടുമുട്ടാനുണ്ട് ഇടയായതും നിങ്ങളുടെ അനുഭവവും ജീവിതവും കഥകളെ കുറിച്ചൊക്കെ പറഞ്ഞതും ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നു. ഇപ്പം 107 പുസ്തകവും ഇനി ഒരു 10-12 പുസ്തകം വരാൻ കിടക്കുന്ന, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഒരുപാട് പൊതുസമൂഹത്തിനും പഠിക്കാവുന്ന എല്ലാവർക്കും എല്ലാത്തിനും ഒരുപാട് ഉതകുന്ന സംഭാവനകൾ അങ്ങയിൽ നിന്നും ഉൾപ്പെടുത്തിയതിലും സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ ഞങ്ങളുടെ സത്പ്രവർത്തിക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നന്ദി.